ഞങ്ങൾ രണ്ട് മാധവന്മാരും ഇദ്ദേഹത്തിന്റെ പാത തന്നെയാണ് ഞാനും പിന്തുടർന്നത്. ഞാൻ ആർമിയിൽ 1979 മാർച്ച് മാസം ജോയിൻ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 2003 മാർച്ചിൽ തന്നെ ഞാൻ റിട്ടയർഡായി വരികയും ചെയ്തു. ഇപ്പം ഇവിടെ കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അതിനിടയിൽ മാഷെ കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്ന ഗംഗാധരനോടാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ബാച്ചിലത്തെ ഒരു എക്സലന്റ് സ്റ്റുഡന്റ്. സാറിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, വലിയ നിലയിലെത്തിയ ഒരു വ്യക്തി. ഞാൻ പലപ്പോഴും ഈ ഡൽഹി വഴിയൊക്കെ പോകുമ്പോഴൊക്കെ പുള്ളിയെ കണ്ടിരുന്നു, മുമ്പൊക്കെ ബന്ധപ്പെടാറുണ്ട്. പല പ്രാവശ്യം എനിക്ക് വരാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു വലിയൊരു വ്യക്തി തന്നെയാണ്. ഗംഗാധരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾ എന്നെക്കാളും കൂടുതലായിട്ട് സഹപാഠികളായ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അറിയാമായിരിക്കാം. പറയുമ്പോഴേ മാധവൻ അന്റാർട്ടിക്കയിൽ അത് വളരെ, അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ അവസ്ഥ, അവിടെ നമ്മൾ പോയിട്ട് മാധവൻ മുമ്പായി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചൊരു JRS എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് MEG ആണ്, മദ്രാസ് ഗ്രൂപ്പാണ്. അപ്പോ അല്ലേ, അപ്പോ അവരും ഈ അന്റാർട്ടിക്ക എക്സ്പെഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു CD ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ. അപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരു കുന്നുണ്ടോ, കാറ്റ് അത്രയും ഐസ് കൊണ്ട് പതിക്കോളൂ അല്ലേ. വളരെ വളരെ വിഷമുള്ളതാണ് ആ സംഗതി. അപ്പോ ഇവരുടെ ആ ത്യാഗം അറിയണമെങ്കിൽ നമുക്ക് എന്താണ് ആ ഒന്നുകിൽ അങ്ങനത്തെ CD എന്തെങ്കിലും കാണേണ്ടി വരും. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് 0 മാത്രമല്ല, -60 ആണ് അതിന്റെ. -8 വരും. വളരെ നല്ല വലിയ സാഹസികത ഉള്ളതാണത്. പിന്നെ അതിനിടെ ഒരു കാര്യം കൂടെ എനിക്ക് തിരുത്താനുണ്ട്. ഈ ഗംഗാധരന്റെ ബാച്ച് ഞാൻ പറഞ്ഞതില് ഈ ആദ്യം വിട്ടുപോയ ഈ 2 പട്ടാൾക്കാരുണ്ടല്ലോ, ഇവര് ആ കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ബെസ്റ്റ് സ്റ്റുഡൻസ് ആണ് ആ ബാച്ചിലത്തെ. ഈ 6 പേര്, വേറെ ആരും ഒരാളും കൂടി ഉണ്ടായിരുന്നു അവരോട്. നല്ല ഇതായിരുന്നു അവര്. നല്ല വെച്ചാൽ ഒബീഡിയന്റ് സ്റ്റുഡൻസ്, ഒന്നും പറയാനില്ല. ആ ബാച്ചിന് മാത്രം ഉള്ളപ്പോ മാഷയുടെ നാവിനധികം ചീത്ത പറയേണ്ടി വന്നിട്ടില്ല. റെസ്റ്റാണ് എടുത്തയാള്. എൻ്റെ പേര് ശ്രീധരൻ. ഷോർട്ട് ഹാൻഡ് ലോവർ പഠിച്ചതിന് ശേഷം ഞാൻ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടു. നേരെ പോയത് PTC പഠിക്കുക, പിന്നെ ഡിഗ്രി പഠിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിക്ക് വിട്ടു. ഡൽഹിയിൽ പോയിട്ട് 1 വർഷം ശേഷം ഹിന്ദു എന്നപ്പോൾ ജോയിൻ ചെയ്തു. എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു. അവിടെ സിനിമറായിട്ട് നമ്മുടെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഇൻ്റർവ്യൂവിൽ മൊത്തത്തിൽ ഒറ്റ വായനയായിരുന്നു. അത് വിത്തൗട്ട് മിസ്റ്റേക്ക് ടൈപ്പ് ചെയ്ത് ഷോർട്ട് ഹാൻഡ് ആക്കി കൊടുത്താണ് എൻ്റെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ 22 വർഷം ഹിന്ദുവിൽ വർക്ക് ചെയ്ത്, ഡൽഹിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം എറണാകുളത്ത് വന്നു. എറണാകുളത്ത് 4 വർഷം ഉണ്ടായിരുന്നു. മംഗലാപുരത്ത് ഇടയ്ക്ക് വന്നിരുന്നു. എൻ്റെ ലൈഫിലെ ഒരു ട്രാജഡി പീരീഡ് ആയിരുന്നു. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. അവിടെ ഒന്നും പറ്റാതെ തിരിച്ച് ഡൽഹിയിൽ പോകുന്ന അവസ്ഥ വന്നു. പിന്നെ അവിടെ പ്രത്യേകിച്ചാൽ ഈ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തു. നമ്മുടെ ചീഫ് ഓഫ് ബ്യൂറോ KK കട്ടിയാലിലെ ഹരീഷ് കരോളിലൊക്കെ സ്റ്റോറി അവർ ജർമ്മനിയിൽ, ലണ്ടനിൽ, അമേരിക്കയിൽ പോയി ഞാനാണ് സ്റ്റെനോഗ്രാഫർ കൊടുത്തത്. ഞാൻ എടുക്കുക. അപ്പോൾ പിറ്റേന്ന് പേപ്പറിൽ ഫ്രണ്ട് പേജ് സ്റ്റോറി വരും. അപ്പം ഞാൻ ചെയ്തതായിട്ട് എനിക്ക് പ്രതീതി വരും. അത് നമ്മൾ സ്റ്റോറി ചെയ്തതായിട്ട് നമുക്ക് ഞാനാണ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ചെയ്തത്. വിത്തൗട്ട് മിസ്റ്റേക്ക് ഹിന്ദുവിലെ അടിക്കണം സ്റ്റോറി. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കായി ഉത്തരവാദിത്വം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. അത് ഈ ഒരു എന്താ പറയുക മേന്മ മാത്രമാണ്. നമ്മുടെ എറണാകുളത്ത് വന്നു. അവർ ഫൈനലി കഴിഞ്ഞ ഏപ്രിൽ മാസം അവർ CRS ഡിക്ലെയർ ചെയ്തു. അപ്പോൾ നമ്മൾ എടുത്ത് വെളിയിൽ വന്നു. ഇപ്പോൾ തൽക്കാലം 1 മാസം 1.5 മാസം വെളിയിൽ വന്നിട്ട് ഫോൺ കുറച്ച് അടുപ്പിച്ച് പിടി. 76-78 വിവേകാനന്ദ ചെറുപുഴ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത്. പക്ഷെ മാഷോടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരിക്കലും എനിക്ക് തല്ല് കിട്ടിയില്ല, ചീത്തയും പറഞ്ഞില്ല മാഷ് ഒരിക്കലും. എന്നുവെച്ചാൽ 30 എക്സസൈസ് ശരിക്കും ചെയ്യും. എൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തില്ല. നേരെ മാഷെടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തില്ല സാറിൻ്റെ സാറിന് പോയിരുന്നു. അങ്ങനെ അത്രക്കുണ്ടായിരുന്നു. പിന്നെ 80-ൽ 2 വർഷം ഞാൻ പാഠശാല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഹാൻഡ് ടൈപ്പ്. അത് കഴിഞ്ഞ് 83-ൽ പിന്നെ പവർ മിനിസ്ട്രിയിൽ ജോയിൻ ചെയ്തു LDC ആയിട്ട്. ഇപ്പോൾ അഗ്രികൾച്ചർ മിനിസ്ട്രിയിൽ പിന്നെ PA ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ സാലി PV. ഇവിടെ തന്നെയാണ്, ചെറുപുഴ തന്നെയാണ് എൻ്റെ വീട്. 77-77 ഞാൻ നമ്മുടെ വിവേകാനന്ദ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻ്റായി ജോയിൻ ചെയ്തു. 80 വരെ ഞാനിവിടെ പഠിച്ചു. ടൈപ്പ്റൈറ്റിംഗ് ലോവർ, ഹയർ, ഹൈ സ്പീഡിന് അറ്റംപ്റ്റ് ചെയ്തു. ഷോർട്ട് ഹാൻഡ്, ലോവർ, ഹയർ എല്ലാം പാസ്സായി. പിന്നെ 81 മുതൽ സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിൽ കോഴിക്കോട് വർക്ക് ചെയ്തു. ഇപ്പോൾ
കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ സ്പൈസസ് റിസർച്ച് ഓഫീസാണ്. അവിടെ ഇപ്പോൾ കോഴിക്കോട് വർക്ക് ചെയ്യുന്നു 83 മുതൽ. എനിക്ക് ഇന്നും ഈ നമ്മുടെ മാഷിന്റെ ആ ഗൈഡൻസും നമ്മുടെ മാഷിന്റെ ഉപദേശവും ഇന്നും അതെനിക്കൊരു വഴികാട്ടിയായിട്ട്, ആ ഷോർട്ട് ഹാൻഡ് പഠിച്ചതിലൂടെ തന്നെയാണ് ഞാൻ ജോലിക്ക് കയറിയതും ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നതും. ഞങ്ങളുടെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എല്ലാവരും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, എല്ലാവരും കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ആണ്. എങ്കിൽ കൂടെ ഞങ്ങളുടെ ഡയറക്ടർ ഇന്നും ഷോർട്ട് ഹാൻഡ് ഡിക്റ്റേഷൻ തരുന്നു. അത് മാഷ് പഠിപ്പിച്ച അതേ സ്റ്റൈലിൽ, അതേ രീതിയിൽ, ഡിസിപ്ലിനിൽ എഴുതാനും തിരിച്ചെഴുതാനും കഴിയുന്ന മാഷിനോട് എന്നും ഞാൻ മാഷിനെ നമസ്കരിക്കുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ കൊളീഗ്സിനോട് പറയുന്ന ഒരു കാര്യമാണ്, മാഷിനെ ഞങ്ങളുടെ ഡിസിപ്ലിനോട് ഞങ്ങളെ പഠിപ്പിച്ചതും. പിന്നെ എന്നും മാഷിനോട് പറയാറുണ്ട്, വെളുപ്പിനെ 7 മണിക്ക് മുമ്പ് എൻ്റെ അച്ഛൻ വന്ന് ഇവിടെ കട തുറക്കും. ആ സമയത്താണ് മാഷ് അതുവഴി കടന്നു വരിക. അപ്പൊ അച്ഛൻ എന്നും ചോദിക്കും, മോളെ എൻ്റെ മാഷ് എൻ്റെ മോളെ എങ്ങനെയുണ്ട്. അപ്പം മാത്തിൽ വെച്ച് നമ്മുടെ ഒരു കോമ്പറ്റീഷൻ നടന്നപ്പോൾ അന്ന് എനിക്ക് സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്, മാഷ് എനിക്ക് തന്ന്. അന്ന് മാഷ് പറയുമായിരുന്നു, സാലിയുടെ അച്ഛന്റെ ഗുണമാണ് സാലിക്ക് കിട്ടിയതെന്ന് എന്നും. പക്ഷെ മാഷിന്റെ ഒബീഡിയൻസ് സ്റ്റുഡന്റ് ആയിട്ട് മാഷിന്റെ ആ ചിട്ടകളിലും രീതികളിലും പഠിക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങളുടെ ഒക്കെ വലിയ ഭാഗ്യം. പിന്നെ മാഷിന്റെ അടുത്ത് എനിക്ക് ചീത്ത കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ, സുഗുണ, ഭവാനി, അമ്മിണി, പിന്നെ ഒരാളും കൂടി, ഞങ്ങൾ 5 പേര് ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഒരു ദിവസം ഓറഞ്ച് കളർ ബ്ലൗസ് ഒന്നിച്ചെടുത്തിട്ട് ഇട്ടുകൊണ്ട് വന്നു. അന്ന് മാഷ് പറയാത്ത ചീത്തയില്ല. അതിൽ പിന്നെ ആ ബ്ലൗസ് ഞങ്ങൾ ആരും ഒന്നിച്ചിട്ടിട്ടില്ല. പിന്നെ തനി നാടൻ ഭാഷ നടക്കുന്നു, കല്ലമാല മുല്ലമാല ഇട്ടിട്ട് പഠിക്കാണ്ട് എന്റെ മൂക്കിന് ചോട്ടി വന്നിരിക്കാനല്ല, നിന്റെ അമ്മയ്ക്കൊക്കെ കലന്നേക്കാം. പക്ഷെ അന്ന് കിട്ടിയ ചീത്തകളെല്ലാം ഞങ്ങൾക്ക് കൂടുതൽ കൂടി. ആദ്യം ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, കാരണം പയ്യന്നൂർ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് എന്റെ ബ്രദർ എന്നെ നിർബന്ധിച്ചാണ് ഇവിടെ കൊണ്ടു ചേർത്ത്. 3 മാസം ഈ PBTD തന്നെ പഠിപ്പിച്ചാണ്. PBTD പഠിച്ചല്ലോ, പിന്നെയും മാഷ് തന്നെ പഠിപ്പിക്കണേ എന്ന് തിരിച്ചും മറിച്ചും പഠിപ്പിച്ച്. പക്ഷെ 3 മാസം അത് തറവാക്കിയതിന് ശേഷമായിരുന്നു നമ്മൾ മുന്നോട്ട്. പിന്നെ പെൻസിലിൽ നിന്ന് നമുക്കൊരു ട്രാൻസ്ഫർ ഹീറോ പെന്നിലേക്ക്. ഞാൻ എല്ലാ കാലവും ആ ഹീറോ പെന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതെല്ലാം ഒത്തിരി നല്ല സ്മരണകളുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നെ എന്റെ സീനിയർ ചേട്ടൻ, പിന്നെ മാഷ് എന്നെ പഠിപ്പിച്ച പോലെ തന്നെ രാഘവ മാഷും ജസ്റ്റേച്ചിയും ഗംഗാധര മാഷും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. ഒരുപാട് പറയാനുണ്ട്, പിന്നെ പറയാം. താങ്ക് യു. ഒരുപാട് മാഷന്മാര് ഒരേ സമയത്ത് പഠിപ്പിച്ച ഒരാളാണ് സാലി ബീബി. കാര്യങ്ങളുണ്ട്. മാഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യും. മാഷെ ഞങ്ങളുടെ മുമ്പിൽ ഓഫീസിൽ എന്തെങ്കിലും ലെക്ചറൊക്കെ വേറെ ആൾക്കാർ വന്നു നിൽക്കുമ്പോൾ മാഷ് അന്ന് നമ്മളോട് പറയാം, നിങ്ങൾ നടക്കുന്ന വഴിക്കൊക്കെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് PBTD എഴുതിക്കൊണ്ട് നടക്കണത്. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മാത്രം എഴുതിയാൽ പോരാ, ഉറക്കത്തിലുടനെ നമ്മൾ നടക്കുമ്പോഴും ഒക്കെ, റേഡിയോ ന്യൂസ് കേൾക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ PBTD എഴുതിക്കൊണ്ട് നടക്കണം എന്ന് പറയും. അതിപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ മീറ്റിംഗ് ഹോളിലൊക്കെ പോയിരിക്കുമ്പോൾ ബുക്കൊന്നും എടുത്തോണ്ട് പോകത്തില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇത് ലെക്ചർ കേൾക്കുമ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ കൈ കൊണ്ടാക്കാറുണ്ട്. ഞാൻ 77 തൊട്ട് 81 വരെ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ 80 വരെ ഞാൻ എഴുതിയ എല്ലാ കോമ്പറ്റീറ്റീവ് ടെസ്റ്റിലും എനിക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം KTDC, അങ്കമാലി കേൾക്ക്, പിന്നെ കേരള സെക്രട്ടേറിയറ്റ്, പിന്നെ DOT കിട്ടിയപ്പം സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ അവിടെ വിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡൽഹി സെക്രട്ടേറിയറ്റിലും ഡിഫൻസ് മിനിസ്ട്രിയിലും കിട്ടി. അത് വിട്ടില്ല. ഇതെല്ലാം മാഷിന്റെ ഒറ്റ അധ്യാപനം കൊണ്ടുണ്ടായ നേട്ടങ്ങളാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഞാനിപ്പം BSNL വർക്ക് ചെയ്യുന്നു. സന്തോഷകരമായ ഒരു ജീവിതം ട്രിവാൻഡ്രത്ത് നയിക്കുന്നു. താങ്ക് യു. ഞാൻ ഭവാനി, ഞാനും സുഗുണ, ആദി, അമ്മണി ഞങ്ങളൊക്കെയുള്ള ബാച്ചിലായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഷോർട്ട് ഹാൻഡ് ലോവറൊക്കെ അതുവരെയൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാവുന്ന ഒരു അനുഭവമാണ് അവിടെ കണ്ടിരുന്നത്. ഞങ്ങളുടെ ബാച്ച് എല്ലാവരും ഫസ്റ്റ് ചാൻസിൽ ലോവർ പാസ്സായത് മാഷിന് ഭയങ്കര ക്രെഡിറ്റ് ആയിരുന്നു. അതുപോലെ മാഷിന്റെ ചീത്ത പറച്ചിലും ഇതുമൊക്കെ ആണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു പ്രചോദനമായിട്ട് നിലയിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരു ടീച്ചിങ് മേഖലയിലാണ്. ഞാൻ ആദ്യമൊക്കെ കയറിയ ഉടനെ ഒക്കെ മാഷിനെ അതേപോലെ അനുകരിക്കാനൊക്കെ കുറെ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് പോവില്ല. കാരണം നടക്കൂല. അത് കാരണം ഞാനിങ്ങനെ എക്സസൈസിന്റെ എണ്ണൊക്കെ കുറച്ച് 15-20 ഒക്കെയാണ് ഇപ്പൊ എഴുതിക്കുന്നത്. എന്നാലും കുട്ടികളൊക്കെ ധാരാളം ഉണ്ട്. ഇപ്പോഴും എനിക്കും ഒരുപാട് സ്റ്റുഡൻസ് നല്ല ജോലിയിൽ കയറിയിട്ട് ശിഷ്യസമ്പത്ത് നന്നായിട്ടുണ്ട്. പിന്നെ മാഷിന്റെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവം, ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് പാഠശാല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ പഠിപ്പിക്കാൻ വിളിച്ചു. അപ്പൊ എനിക്കൊരു സംശയം,
ഇതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ മാഷിന് വിഷമാവുമെന്നൊക്കെ ഞാനൊരു മാഷിന്റെ അടുത്ത് വന്ന് പെർമിഷൻ ചോദിച്ചു. അപ്പം മാഷ് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് വന്ന് എന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എല്ലാവരും മുന്നിൽ വെച്ചും പറഞ്ഞ സെന്റൻസ് എനിക്ക് ഇപ്പോഴും മറക്കില്ല. ശർക്കര എവിടെ വെച്ചിട്ടുണ്ടോ അവിടെ ഉറുമ്പിനെ അന്വേഷിച്ചു പോകണ്ട, ശർക്കര വെച്ചോടത്ത് ഉറുമ്പ് എത്തിക്കോളും എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഭയങ്കര മനസ്സിലുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് മാഷ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഗീതാ ക്ലാസ്സും അതുപോലെ ഓരോ ഇതൊക്കെ പറഞ്ഞു തരും. എന്നാലും രാഘവ മാഷാണ് ഞങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് കംപ്ലീറ്റ് ഒരു ഇതായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ ചാലക്കുടിയാണ് ഇപ്പൊ താമസിക്കുന്നത്. എന്നെ ചാലക്കുടി ആക്കിയത് രാഘവ മാഷാണ്. എന്റെ പേര് ഉഷ. ഞാൻ 77 മാസത്തില് പഠിക്കാൻ തുടങ്ങി. 77 മുതൽ 79 ഞാൻ തുടങ്ങി. ആദ്യം രാഘവ മാഷയ്ക്ക് നിന്നാണ് പഠിപ്പിച്ചത്. അതിനുശേഷം കഴിഞ്ഞോ 77 അപ്പൊ ഇവിടെ മാഷ് പലപ്പോഴും വരാറുണ്ട്. ഗംഗാന മാഷയിൽ നിന്ന് പിന്നെ ലക്ഷ്മി ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് 77 മുതൽ 79 ടൈപ്പ് റൈറ്റിംഗ് ഹയറും ഷോർട്ടായിട്ട് ഓവർ പാസ്സായി. പിന്നെ ഞാൻ 2 വർഷം ഒന്നും പഠിച്ച ബസ്സായിരുന്നു. പിന്നെ മാത്തിൽ തന്നെ സ്റ്റാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് തുടങ്ങിയപ്പോൾ അവിടെ ചേർന്നിട്ട് പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഹൈ സ്പീഡും ഷോർട്ട് ആൻഡ് ഹയറും പാസ്സായി. SC പോസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ ഡിഗ്രി എഡ്യൂക്കേഷൻ ലോയർ ടീച്ചറിൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തളിപ്പറമ്പിൽ വർക്ക് ചെയ്തു. ടീച്ചിങ് ഡിപ്ലോമ സെക്രട്ടറി പ്രാക്ടീസിനുള്ള ടീച്ചിങ് ടീച്ചറായിട്ട്. എൻ്റെ പേര് അമ്മണി. ഞാൻ റബ്ബർ ബോർഡിൽ സെക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നാൾ പെരുങ്ങോത്തും മാത്തിലും ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ദാമോദരൻ. വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1977 ഫസ്റ്റിലാണ് ജോയിൻ ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞ ശേഷം കൂടുതൽ പഠിക്കാനിവിടെ നിവർത്തി കാണുന്നില്ല. അപ്പോഴേ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ധാരാളം ഭാഷ എടുത്തു പോകും. ഇവിടെ സന്നിധി കൂട്ടി നേരെ വിവേകാനന്ദ ധാരാളം ഭാഷ എടുത്ത് വരികയാണ്. അങ്ങനെയാണ് ഞാൻ ഭാഷ കാണുന്നത്. എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, എനിക്ക് വിട്ടാൽ ശരിയാവില്ല, ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിപ്പിക്കാറ്. ആക്ച്വലി എനിക്ക് അന്ന് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ താല്പര്യം പഠിച്ചൊരു മാഷോ അങ്ങനെയൊന്നും ആവാറില്ല, താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് അത്ര ഒരു സ്കോപ്പിലെ സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയില്ല. പിന്നെ അതും അങ്ങനെയായിരുന്നു. സ്വാഭാവികം മാഷ് ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിച്ചു തുടങ്ങുമ്പോഴേ ഇപ്പോഴേ എനിക്ക് തോന്നിയത് ഞാനായത് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ നാടൻ ഭാഷയിൽ പഠിച്ചു അല്ലെങ്കിൽ നത്തിങ്. എന്തുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ് ഓൺലി സബ്സിഡിയറി സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നവിടെ എന്താ വെച്ചാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഹൗ ടു ബിക്കം എ മാൻ, ഹൗ ടു ഫേസ് ദ സൊസൈറ്റി. അതാണ് റൈറ്റിംഗ് ഷോർട്ട് ആയാലും പാട്ട് മാത്രമേ. ഭാഷയോട് പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ രണ്ട് ഗംഗാർ, ഹേ ഗംഗാർ, സി ഗംഗാർ, നമ്മൾ ശ്രീധരനുണ്ട്, വേറെ ആളുകൂടി ഉണ്ടായിരുന്നു, തോന്നുന്നു ഓർക്കുന്നില്ല. പക്ഷെ ക്ലാസ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പേ ആദ്യം നിങ്ങളോട് മൂക്കിന്റെ അറ്റത്ത് നോക്കാൻ പറയും. മുമ്പിൽ ഒരു ഫോട്ടോ കാണും, ഇതിൽ തന്നെ നോക്കിയിരിക്കില്ല, പിന്നെ മാറാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ 82 എറണാകുളത്ത് ജോലി ചെയ്തപ്പോൾ ഈ യോഗ ആൻഡ് മെഡിറ്റേഷൻ അവിടെ യോഗാചാര്യ ചിദംബരനുണ്ടായിരുന്നു. അങ്ങനത്തെ ക്ലാസ് പോവായിരുന്നു. അവിടെ ജസ്റ്റിസ് ജാനകിയമ്മയോടൊക്കെ എല്ലാവരും വന്ന് ക്ലാസ്സിലെ നിരന്തരം കാണാനിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനും ഒരു സൈക്കിളൊക്കെ ആയിട്ട് ഓടി രാവിലെ പോകും. അങ്ങനെ പോയിട്ട് നമ്മൾ മനസ്സിലായത് ചേട്ടാ ഇത് നമ്മൾ നാടൻ ഭാഷ പഠിപ്പിച്ച സംഗതിയാണല്ലേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിൽ പല അപ്സ് ആൻഡ് ട്രയൽസ് ഉണ്ടായപ്പോഴും മാഷ മെഡിറ്റേഷൻ അതായിരുന്നു മാഷിനെ പഠിപ്പിച്ചത്. ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആയാലും വെറും സീരിയസ് സബ്ജക്റ്റ് ആയിരുന്നു. അതുപോലെ ലൈഫ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാടൻ ഭാഷയായിരുന്നു. ജോയിൻ ചെയ്തത് 78 വരെ ഉണ്ടായിരുന്നു. ഇവിടെ അന്ന് വിവേകാനന്ദയിൽ മലയാളം ഉണ്ടായിരുന്നില്ല, ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പം മലയാളം ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വേണ്ടി പിലാത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പെരിങ്ങോം വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അവിടെ ജോയിൻ ചെയ്തു. എനിക്ക് ഏറ്റവും തോന്നിയത് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയ എൻ്റെ സഹപ്രവർത്തനം പറയാൻ പറ്റില്ല, കൂട്ടുകാരൊന്നും പറയാൻ പറ്റില്ല, ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന ആൾക്കാരുടെ നിജാന്ത ശ്രമം ആണ് ഇതിനൊരു കൂട്ടായ്മയ്ക്ക് പ്രചോദനം നൽകിയത്. മാത്രമല്ല എന്നെ ഞാനാക്കിയത് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എനിക്ക് തോന്നുന്ന കാര്യം ശ്രീ ദാമോദരൻ പറഞ്ഞു, ഫസ്റ്റിലെ 10 മിനിറ്റ് മെഡിറ്റേഷൻ. ഇപ്പോഴും ആ മെഡിറ്റേഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കുട്ടികൾ ചോദിക്കും, ഭാര്യം ചോദിക്കും, നിങ്ങൾ എന്താണ് ഒരു പോയിന്റ് മാത്രം നിൽക്കും, നിങ്ങൾ എന്തേ അമ്പലത്തിൽ പോയിട്ട് കൈകൂപ്പാത്തത് എന്താണ്?
എന്നാൽ ഇങ്ങനെ നിൽക്കുന്നത് ഒരു പോയിന്റ് മാത്രം നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്നെ പഠിപ്പിച്ചത് ഒരു പോയിന്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ വേറെ എവിടെയും പോകാൻ സാധിക്കും. ദൈവം എന്ന് പറയുന്നത് ഞാനാണ്, എന്നിലേക്കാണ് ഇറങ്ങിയവരാണെന്നാണ് മാഷ് പഠിപ്പിച്ചത് കാര്യം. ഇപ്പോഴും ഞാനത് ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ ഒരു ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും രാവിലെ എഴുന്നേറ്റൊന്ന് ഒരാളത്ത് നിൽക്കും. ഇപ്പോഴും ഇതിലുള്ള ആളേക്കാൾ കൂടുതൽ ഒരേ കണ്ണിൽ അരമണിക്കൂർ എൺപെട്ട് അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടിട്ട് കിട്ടും. എൻ്റെ പേര് സി.വി. സുരേന്ദ്രൻ. ഞാൻ 77 ബാച്ചാണ്. 80 നാടുകുട്ടൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് മാഷവർ ചീത്ത പറയാനും കൊട്ടാച്ചാണെന്ന് വിളിക്കാറുണ്ടായിരുന്നു പഠിക്കാത്തതുകൊണ്ട്. പക്ഷെ അതൊക്കെ സയൻസ് പഠിച്ചു. മുംബൈയിൽ വണ്ടി കയറി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 4 വർഷം വർക്ക് ചെയ്തു. 2-3 കമ്പനിയിൽ മാറി മാറി ജോലി ചെയ്ത് 84 ഒരു ഗവൺമെന്റ് കമ്പനി കിട്ടി, ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ. അവിടെ ആളുകളൊന്നും ആ സമയത്താണ് പ്രൈവറ്റായി പഠിച്ച് ഗ്രാജുവേഷൻ എടുത്തു കൊമേഴ്സിൽ. 1990 കൈയൂസ് ജോലി കിട്ടി. അവിടെ ബോംബെയിൽ 4 വർഷം ചെയ്തു. പിന്നെ രാജസ്ഥാനിൽ പോയി 4 വർഷം. 98 കേരളത്തിൽ വന്നു. ഒരു 17 കൊല്ലം കേരളത്തിൽ വർക്ക് ചെയ്തു. പല ജില്ല കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ. ഈ മാസം ഞാൻ മംഗലാപുരത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇപ്പം മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. താങ്ക് യു. ഞാൻ രവീന്ദ്രൻ, 77 ബാച്ച്. 78, 79, 80 തിരുവേനി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ അവിടെ ഇൻസ്ട്രക്ടറായിട്ട് പോകാൻ മാഷ് പറഞ്ഞു. ഞാൻ പോയി 2 വർഷം അവിടെ പഠിപ്പിച്ചു. അതിനുശേഷം ഗുജറാത്തിലേക്ക് പോയി. അവിടെ ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റെനോഗ്രാഫി വർക്ക് ചെയ്തു. അതിനുശേഷം ഗുജറാത്ത് ഹൈക്കോടതിയിൽ പ്രൈവറ്റ് സെക്രട്ടറി ജോലി കിട്ടി. ഇപ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്തു. താങ്ക് യു. എല്ലാം കൂടി 2.5 കോടിയുടെ